ഈ മജ്‌ലിസിലുണ്ട്. രാവിലെ എത്തിയ ഒരു ഉമ്മ പ്രത്യേകിച്ചും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആമീന ഉമ്മ തുടങ്ങിയവർ പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ ഒരു പൈസ കുടുങ്ങിയിട്ടുണ്ട്, കിട്ടാൻ വേണ്ടി ഒരു ഉമ്മ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വേഗം കിട്ടി സന്തോഷത്തോടെ സുഹദാക്കളുടെ ചാരത്തെത്താൻ അള്ളാഹുവിനെ തൗഫീഖ് നൽകണം തൗഫീഖ് നൽകണം അല്ലാഹ്. കൊളത്തൂരിൽ നിന്ന് വന്ന നമ്മളെ ഉപ്പ ഈ മജ്‌ലിസിലുണ്ട്. ഇവരൊക്കെ ഒരുപാട് വർഷകാലങ്ങളായി മജ്‌ലിസിൽ വരുന്നവരാണ്. അതിന് മുമ്പ് ഒരു വർഷം വന്ന് ഒരു പരാതി പറഞ്ഞ് കുടുംബത്തിൽ ആൺകുട്ടിയെ ജനിക്കണില്ല, ഈ മജ്‌ലിസ് വെച്ച് ദ്വാരക്കണം, ഒരു ആൺകുട്ടിയെ ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഇവിടുന്ന് കൊടുത്ത മരുന്ന് ഒരു കുപ്പി തേന്, ഹാജാതങ്ങളെ കഞ്ഞി, അതെന്താ 10,000-25,000 1 ലക്ഷം 2,500 രൂപ അവർ നിയ്യത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ് ആൺകുട്ടി ജനിച്ചു. കൈവക്കി 6 വയസ്സായി, കൈവക്കില്ല. അങ്ങനെ ഒന്നല്ല രണ്ടല്ല 1000 ജനങ്ങൾക്ക് മക്കളുണ്ടായ മജ്‌ലിസാണ്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു 60 വയസ്സായ ഒപ്പ വന്ന് ഒരുപാട് ലക്ഷങ്ങൾ ചെലവാക്കി ഇഷ്ടമാണ്. ഈ മജ്‌ലിസിലെത്തിയവർ ഞങ്ങൾക്ക് മക്കളില്ല എന്നിവിടെ കരഞ്ഞ ദുആ കൊണ്ട് ഇവിടെ ഏൽപ്പിച്ചു. ആരോ പറഞ്ഞിട്ട് കേട്ടുമറിഞ്ഞ് എത്തിയതാ. അങ്ങനെ രണ്ടാളും ഗവൺമെന്റ് ജോലിക്കാരാ, ഭാര്യയും ഭർത്താവും. ഈ മജ്‌ലിസിലെത്തി അവര് ഹാജാത്തങ്ങളെ കഞ്ഞി ഇവിടെ നടത്തി ഭംഗിയോടെ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ സലാത്തിലേക്ക് അവർ കഞ്ഞി കൊടുത്തു. അവർ നെയ്യത്ത് വെച്ചു. എന്നിട്ട് അവർ നാട്ടിൽ പോയി. 1 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവിടെ തിരിച്ചെത്തി. എന്നെ വന്ന് കണ്ട് ഞാനത് മറന്നു. എന്നെ വന്ന് കണ്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ വന്നിരുന്നു, മക്കളില്ല. ഒരുപാട് ടെക്നോളജികളൊക്കെ ഉണ്ട് ഇക്കാലങ്ങളിൽ.